ഹായ് എവ്രി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു DIY സ്ക്രഞ്ചിയുടെ വീഡിയോ ആണ്. സോ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ക്രഞ്ചി. ഇത് സ്ക്രഞ്ചി വിത്ത് സ്കാർഫ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഭയങ്കര എളുപ്പത്തിൽ നിങ്ങളുടെ ഓൾഡ് ടീഷർട്ട് അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും ഫാബ്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്ക്രഞ്ചിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് സ്കാർഫ് ആൻഡ് സ്ക്രഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അടിപൊളി നല്ല ഫ്ലോറൽ വർക്കൊക്കെ ഉള്ള ഒരു കോട്ടൺ ക്ലോത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചെറിയ പ്രിൻ്റൊക്കെ ഉള്ള അല്ലെങ്കിൽ സിൽക്ക് സ്കാർഫ്സ്, സിൽക്ക് കോട്ടൺ തുണി അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രഞ്ചി സ്കാർഫ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കാർഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6x24 ഇഞ്ചസും അതുപോലെ ഈ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കാൻ 3.5 ഇഞ്ചസ് by 18 ഇഞ്ചസും ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ക്രഞ്ചിയുടെ ഈ ഒരു അറ്റത്ത് നല്ല ഒരു ഷേപ്പിന് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തേച്ച് നല്ല കറക്റ്റായിട്ട് വെക്കുകയും വേണം. നമ്മൾ ആദ്യമേ ഫോൾഡ് ചെയ്തൊക്കെ ഇതുപോലെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫോൾഡ് ചെയ്തത്. പിന്നെ ഇതൊരു പിന്ന് വെച്ചിട്ട് നമ്മൾ മറിച്ചെടുത്തു. ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചതാണ് ഇത്രയും. സോ ഇത് ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 7 ഇഞ്ച് നീളമുള്ളൊരു ഇലാസ്റ്റിക്കാണ്. നമ്മുടെ വ്രിസ്റ്റിൻ്റെ ഒക്കെ ഏകദേശം അത്രയും മെഷർമെൻറ്റിൽ എടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഹെയറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ലെന്തിലെടുക്കുക. ഇത് നമുക്ക് ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്ക്രഞ്ചിയുടെ അകത്തുകൂടെ എടുക്കണം. ഇതിപ്പോൾ 7 ഇഞ്ച് ലോങ് മാത്രമുള്ള ഒരു ഇലാസ്റ്റിക് ആയതുകൊണ്ട് ചെറിയൊരു സ്ക്രഞ്ചിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീട്ടി സ്ക്രഞ്ചീസിൻ്റെ ഇലാസ്റ്റിക് എടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ കെട്ടുവാണ്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ചെറിയൊരു സ്ക്രഞ്ചി ആയിപ്പോവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ ഇത് തയ്ച്ച് വയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നീളത്തിലെടുക്കാം. നമ്മളിപ്പോൾ ഈ സ്ക്രഞ്ചീസിൻ്റെ അകത്തെ ഇലാസ്റ്റിക്കൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രണ്ടറ്റവും ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുക. എന്നിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറത്തുകൂടെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫ്ലവറി സ്ക്രഞ്ചി കിട്ടും. സോ നമ്മൾ സ്കാർഫ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് ഇതാണ്. നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ ഹാഫായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തിരിച്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ ഈ ഒരു മാർക്കിംഗ് നമ്മൾ പേന കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു സ്പേസ് ലീവ് ചെയ്ത് ഈ 2 ആർക്ക് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കണം. നമ്മൾ ഒരു സൈഡ് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചത് ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ഇനി ഈ ഭാഗത്തുകൂടി വേണം അടുത്ത ആ ഒരു ടെയില് നമ്മളിങ്ങനെ മറിച്ച് എടുക്കുക.
നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മളിതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഈ ഒരു സ്പേസ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണം. ഹായ്, അപ്പം നമ്മുടെ നല്ല അടിപൊളി സ്ക്രഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൾഡ് ഭാഗത്തൂടെ നമുക്ക് ഈ ഒരു സ്കാർഫ് ഇങ്ങനെ കയറ്റി വിടാം. കണ്ടോ, നമ്മുടെ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചിട്ടുള്ളത് അറിയത്തേയില്ല. എന്നിട്ട് നല്ലൊരു ഭംഗിക്ക് നമുക്ക് ഇത് ടൈ ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ക്രഞ്ചി. ഇത്ര ഈസിയാണ് സ്ക്രഞ്ചി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ സ്ക്രഞ്ചി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല സിൽക്ക് സ്കാർഫി സ്ക്രഞ്ചീസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീഡിയോ കാണുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് ബൈ.